ആയോ? ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് UJT യെ കുറിച്ചാണ്. യൂണി ഡയറക്ഷണൽ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ്. ഇതാണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിന് 3 ലീഡറുള്ള ട്രാൻസിസ്റ്റർ ആണ്. അതിനാണ് UJT എന്ന് പറയുന്നത്. 3 ലീഡറുള്ള. ഒന്ന് ഇത് എമിറ്റർ ആണ്. ഇത് B2, ഇത് B1. 3 ലീഡാണ് ഉള്ളത്. B1, B2 എന്ന് പറഞ്ഞാൽ ബേസ് 2, B1 എന്ന് പറയുന്നത് ബേസ് 1, പിന്നെ എമിറ്റർ. ഇനി ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഇക്വലന്റ് സർക്യൂട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പം ഇത് ടെസ്റ്റ് ചെയ്യൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോക്കുക, മേലെ കാണുന്ന B2 അതൊരു റെസിസ്റ്റൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു B1നെ അവിടെ കാണുന്ന റെസിസ്റ്റൻസ് ഒരു വേരിയബിൾ ആണ്. അത് അതിന്റെ വർക്കിംഗ് തന്നെ അങ്ങനെ തന്നെയാണ്. അത് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് വേരി ചെയ്തിട്ട് റെസിസ്റ്റൻസ് കുറയുന്നതും കൂടുന്നതും നിങ്ങൾക്ക് ശരിക്കും വർക്കിങ്ങിൽ കാണാൻ പറ്റും. ആ UJT റിലാക്സേഷൻ ഓസിലേറ്റർ ഒക്കെ ഇത് ശരിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡ് ഫീലിംഗ് ഉണ്ടാവും ഈ എമിറ്ററിൽ. അപ്പോൾ ഇതിൽ നേരത്തെ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ബേസ് എങ്ങനെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ എമിറ്റർ ഐഡന്റിഫൈ ചെയ്യുന്നത്. നോക്കുക, എമിറ്ററിൽ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? B1ലും ഫോർവേഡ് ആയിരിക്കും. പോസിറ്റീവും B1ലെ നെഗറ്റീവും കൊടുത്താൽ ഇത് ഫോർവേഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് മാറ്റിയിട്ട് ഇപ്പുറം കൊടുത്താലും എന്തായിരിക്കും? ഫോർവേഡ് ആയിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ B2ൽ പോസിറ്റീവ് കൊടുത്താൽ അത് റിവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ B1ൽ ആ പ്രോബ് മാറ്റിയിട്ട് പ്രോബിന്റെ പോസിറ്റീവ് B1ൽ കൊടുത്താലും എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ എമിറ്റർ ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഒരു ഭാഗം പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? B1ലും B2ലും നമ്മൾ പ്രോബ് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് B1ൽ വെച്ചാലും B2ൽ വെച്ചാലും കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ എമിറ്ററിൽ ഇപ്പോൾ നെഗറ്റീവ് വെച്ചിട്ട് B1ൽ പോസിറ്റീവും വെച്ചാലും റിവേഴ്സ് ആയിരിക്കും, B2ൽ പോസിറ്റീവ് വെച്ചാലും റിവേഴ്സ് ആയിരിക്കും. നേരത്തെ ആ ബേസിന്റെ, അതായത് ട്രാൻസിസ്റ്ററിലെ ബേസിന്റെ അതേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും ഈ എമിറ്ററിന്റെ കേസിൽ UJTയിൽ ഉണ്ടാവുക. അങ്ങനെയാണ് എമിറ്റർ ഐഡന്റിഫൈ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക, ഇതും തമ്മിൽ എന്തായിരിക്കും? ഈ എമിറ്ററും B2ഉം അതേപോലെ തന്നെ എമിറ്ററും B1ഉം തമ്മിൽ ഡയോഡ് എഫക്റ്റ് ഉണ്ടാവും. ഇനി B1ഉം B2ഉം തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും എങ്ങനെ വെച്ചാലും എന്തുണ്ടാവും? ഒരു കണക്ഷൻ ആണ് കാണിക്കുന്നത്. എങ്ങനെ വെച്ചാലും കണക്ഷൻ കാണിക്കുന്ന 2 ലീഡായിരിക്കും B1ഉം B2. ഓക്കെ, നമുക്ക് ടെസ്റ്റിംഗിലേക്ക് പോവാം. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന UJT എന്ന് പറയുന്നത്, 2N2646. ഇതിൽ നമുക്ക് ലീഡ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോച്ചിന്റെ ഇവിടെ ഒരു നോച്ച് ഉണ്ടാവും. ഈ നോച്ചിന്റെ തൊട്ടടുത്തുള്ളതാണ് എമിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇത് B1, B2. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെ വീഴാന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസും ഡയോഡ് തന്നെയാണ്, ആ ഫംഗ്ഷനിൽ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡയോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം എനിക്ക് അറിയില്ല, ലീഡ് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എമിറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞത് അതേ സ്റ്റെപ്പ് നോക്കുകയാണ്. ആദ്യത്തെ ഒരു ലീഡ് എടുത്തു, പോസിറ്റീവ് അവിടെ കൊടുത്തു, നെഗറ്റീവ് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്താണ്. ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ഇത് ഓപ്പൺ. ഇതെന്താണ്? കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായല്ല, ആ ഒരു എന്തായാലും പോസിറ്റീവ് കൊടുത്തിനാൽ രണ്ടിലും ലോ കിട്ടണം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതല്ല, ആ ലീഡ് എമിറ്റർ അല്ല. രണ്ടാമത്തെ ലീഡ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ലീഡ് പോസിറ്റീവ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. UJTയിൽ നേരത്തെ ട്രാൻസിസ്റ്ററിൽ എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ UJTയിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് കൊടുത്തിട്ടാണ് എമിറ്റർ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ലീഡിൽ പോസിറ്റീവ് കൊടുത്തു, ഇപ്പുറം ഒരു 0.865 വോൾട്ടേജ് കട്ടിംഗ് വോൾട്ടേജ് ആയിട്ട് കിട്ടി. അതിന് അടുത്ത ലീഡിൽ 0.890 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് എമിറ്റർ എന്ന് പറയുന്ന ലീഡ് എന്ന് പറയുന്നത്. ആ നോച്ചിന്റെ അടുത്തിനായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. പക്ഷെ ഞാൻ സംശയത്തിൽ എങ്ങനെ നോക്കി. അപ്പോൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ 0.890, 0.865. അപ്പൊ ഇത് രണ്ടാണ് ബേസ് 1, ബേസ് 2. അപ്പോൾ ബേസ് 1, ബേസ് 2 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ വെച്ച് നോക്കുക. ഇതിൽ കുറവ് വരുന്നതായിരിക്കും ബേസ് 1, കൂടുതൽ വരുന്നത് നേരിയ അളവ് വ്യത്യാസം 890, അത് കൂടുതലുള്ളതാണ് എന്ത്? ബേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എമിറ്റർ ബേസ് 1, ബേസ് 2. എമിറ്ററിൽ
രണ്ട് ഭാഗത്തും ഉണ്ടാവും. ഇനി B1 B2 നോക്കുക. B1 B2 എന്താണ്? B1 B2 തമ്മിൽ ഒരു കണ്ടക്ഷൻ ഉണ്ട്. ഇനി തിരിച്ചും നോക്കാം. റിവേഴ്സും വെച്ച് അതും എന്താണ്? കണ്ടക്ഷൻ ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ UJT ഗുഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ബാഡ് ആയിരിക്കും. ഓക്കെ. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ പവർ ട്രാൻസിസ്റ്ററിനെ പറ്റിയാണ്. ട്രാൻസിസ്റ്ററിനെ പറ്റി ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തായിരുന്നു. ഇങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ബേസ് കണ്ടുപിടിക്കുക, പിന്നെ PNP ആണോ NPN ആണോ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എമിറ്ററും കളക്ടറും ഐഡന്റിഫൈ ചെയ്യുക. ഇത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പവർ ട്രാൻസിസ്റ്റർ മാത്രം പറയുന്നതാണ്. എന്നാലും ആ ട്രാൻസിസ്റ്ററിന്റെ ഒരു മെത്തേഡ് കൃത്യമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ഒരു പവർ ട്രാൻസിസ്റ്റർ ഇതാണ് നിങ്ങൾ കോമൺലി ലാബിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പവർ ട്രാൻസിസ്റ്റർ 2N3055. നിങ്ങൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന മിക്ക പവർ സപ്ലൈക്കും പിറകിലായിട്ട് ഇത് ഫിറ്റ് ചെയ്തായിട്ട് കാണാം. ഇതൊരു ട്രാൻസിസ്റ്റർ ആണ്. സാധാരണ ട്രാൻസിസ്റ്റർ 3 ലീഡാണ്. ഇതിൽ 2 ലീഡ് നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. ഒരു ലീഡ് എന്ന് പറയുന്നത് ബോഡി തന്നെയാണ്. ഈ ബോഡി എപ്പോഴും കളക്ടർ ആയിരിക്കും. കളക്ടർ ഇതിന്റെ ബോഡി തന്നെ ആയിരിക്കും. അപ്പൊ ഇതിലൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ കളക്ടർ ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഒരു ട്രാൻസിസ്റ്റർ 3 ലീഡ് ഉണ്ടാവും. ആ 3 ലീഡിൽ ബേസ് ഉണ്ടാവും, കളക്ടർ ഉണ്ടാവും, എമിറ്റർ ഉണ്ടാവും. പക്ഷേ ഈ 3 ലീഡ് നമുക്ക് അതിൽ നിന്ന് ബേസ് കണ്ടുപിടിക്കണം. ഇതിൽ ഓൾറെഡി ഒരു ലീഡ് നമ്മൾ അറിയാം, ഈ ബോഡി തന്നെയാണ് അതിന്റെ കളക്ടർ എന്ന് പറയുന്നത്. ബാക്കി ഇത് രണ്ടിൽ ഏതോ ഒന്ന് ബേസ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ബേസ് കണ്ടുപിടിക്കലാണ്. ബേസ് കണ്ടുപിടിക്കൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്ന ലിങ്ക്. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സ്പീഡിൽ ചെയ്ത് പോവാം. ആദ്യം മീറ്റർ ഡയോഡിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ വിചാരിക്കുന്നു ബേസിലേക്ക് ഇപ്പൊ നെഗറ്റീവ് മാത്രം കൊടുത്തു, ഒരു നെഗറ്റീവ് ബേസിൽ കൊടുത്തു. ഈ പോസിറ്റീവ് കളക്ടറിൽ കൊടുത്താൽ ഹൈ കാണിക്കുന്നു എന്ന് വിചാരിക്കാം. ഹൈ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പോസിറ്റീവ് എമിറ്ററിൽ വെച്ചാലും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ്. ഇതിൽ ഈ മീറ്ററിൽ ഓപ്പൺ ലൂപ്പ് കണ്ടിട്ടില്ല, കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളത്. ഇനി ഇത് തിരിച്ച് ഞാൻ പോസിറ്റീവ് ബേസിലും കൊടുത്ത് നെഗറ്റീവ് കളക്ടർ കൊടുത്താൽ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കുമ്പോൾ ലോ ആയിരിക്കും. ലോ മീൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. എമിറ്ററിലും എന്തായിരിക്കും? കണ്ടക്ട് ചെയ്യും, ലോ ആയിരിക്കും. അപ്പൊ ഈ കണ്ടീഷനുള്ള ഒരേ ഒരു ലീഡേ ഉള്ളൂ. ആ ലീഡ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. ബാക്കി എല്ലാ ലീഡിനും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള ലീഡ് മാത്രമാണ് എന്ത്? ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ കിട്ടി, ഒരു ലീഡിലും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ബാഡ് ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയതാണ് ഓൾറെഡി. ഇതിന്റെ ബോഡിയാണ് കളക്ടർ, ഇതിലേതോ ഒന്ന് ബേസും ഒന്ന് മീറ്ററുമാണ്. ഞാനിവിടെ ഒരു ലീഡിന് പോസിറ്റീവ് കൊടുത്തു. ഏതോ ഇത് ബേസ് ആണോ അല്ലേന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. ഒരു ലീഡിന് ഞാൻ പോസിറ്റീവ് കൊടുത്തു. രണ്ടാമത്തെ ലീഡിൽ നെഗറ്റീവ് വെച്ച് നോക്കി. എന്താ കാണുന്നത്? ഓപ്പൺ ലൂപ്പാണ് കാണുന്നത്. മീറ്ററിൽ ഓപ്പൺ ലൂപ്പാണ് കാണുന്നത്. എന്ത് ചെയ്തു? കളക്ടർ ബോഡി ആണല്ലോ, കളക്ടറിലേക്ക് നെഗറ്റീവ് വെച്ചു. അപ്പോൾ ഒരു ഭാഗത്തുള്ള കണ്ടീഷൻ ഓക്കെ. അതായത് ഒന്ന് കൊടുക്കുമ്പോൾ ഇത് ഇത് ഹൈ ആണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ അതും ഓപ്പൺ ലൂപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗത്തുള്ള കണ്ടീഷൻ ഓക്കെ. ഇനി റിവേഴ്സ് എന്തായിരിക്കണം? രണ്ടും ലോ ആയിരിക്കണം. അതായത് രണ്ടും കണ്ടക്ട് ചെയ്യണം. ഞാൻ ഇപ്പുറത്തെ പെൻഡ് വെച്ചു കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി കളക്ടറിൽ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. ഞാനത് വെച്ച് നോക്കാം. കളക്ടറിൽ എന്താകുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ലീഡ് അല്ല ബേസ് എന്ന് നമുക്ക് പറയും. ഇനി അടുത്ത ലീഡിൽ നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോക്കാം. ആദ്യം ഞാൻ അവിടെ ഒരു പോസിറ്റീവ് വെച്ചു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പോസിറ്റീവ് ഓർ നെഗറ്റീവ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പോസിറ്റീവ് വെച്ചു, കളക്ടറിൽ വെച്ചു, നെഗറ്റീവ് വെച്ചു. അപ്പൊ എന്താണ്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ലോ ആണ്. ഞാനത് ഇപ്പുറത്തെ പിന്നിൽ വെച്ചു, അതും എന്താണ്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്തുള്ള കണ്ടീഷൻ ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നെഗറ്റീവ് വെച്ചു. നെഗറ്റീവ് വെച്ചുള്ള രണ്ടിലും എന്ത് ചെയ്യണം? ഹൈ ആയിരിക്കണം. അതായത് ഓപ്പൺ ലൂപ്പ് ആയിരിക്കണം. കളക്ടറിൽ വെച്ചു, അപ്പോഴും ഹൈ ആണ്.
രണ്ടാമത്തെ പിന്നിൽ അപ്പൊ എന്താണ് അതും ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആകെ ഈ ഒരു പിന്ന് മാത്രം. ആ ഒരു പിന്നായിരിക്കും എന്ത് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൽ എല്ലാ ടെർമിനലും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കാരണം ബേസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി ഇത് എമിറ്റർ ആണ്, ഇത് കളക്ടർ. ഓക്കെ, താങ്ക്സ്.